പത്മകുമാറിനെ കുരുക്കിയത് എന്തൊക്കെയാണ്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് നമുക്ക് പരിശോധിക്കാം. ഹരിമോഹൻ കൂടി ചേരുകയാണ്. ഹരി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും SITക്ക് സൂചനയുണ്ട്. പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നുമുണ്ട് അന്വേഷണ സംഘം. നോക്കൂ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ ഉണ്ടായ അറസ്റ്റുകളെല്ലാം, അവരുടെ എല്ലാ മൊഴികൾ പത്മകുമാറിന് എതിരായിരുന്നല്ലോ അല്ലേ? ഈ കേസിന്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ പത്മകുമാറിന് കുരുക്കായത് എന്തൊക്കെയാണ് ഹരി? പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെ ഇതിൽ SIT നടത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ, ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തിയത് കേവലം ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിലേക്ക് SIT എത്തിയിരിക്കുന്നു. നേരത്തെ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴികൾ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും വാസുവിൽ നിന്നും ലഭിച്ചിരുന്നു. അക്കാര്യത്തിൽ ചില പരിശോധനകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് നീണ്ടുപോയത് എന്നുള്ളതാണ് SIT വൃത്തങ്ങൾ പറയുന്നത്. അതായത് പത്മകുമാറിന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ള കണ്ടെത്തൽ SIT നടത്തിയിരിക്കുന്നു. അതായത് പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയത് പത്മകുമാർ തന്നെയാണ്. എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. സ്വർണ്ണാപഹരണത്തിനു വേണ്ട എല്ലാ സാധ്യതകളും തുറന്നുകൊടുത്തത് പത്മകുമാറാണ് എന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുകളും കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റ് ചില രേഖകളുടെ പരിശോധനയും എല്ലാം SITയുടെ മുൻപിലുണ്ട്. ആ പരിശോധനകളിൽ നിന്ന് SITക്ക് മനസ്സിലായത് പോറ്റിക്കും ഒപ്പം തന്നെ പത്മകുമാറിനും ഇടയിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ്. ഈ സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷമാണോ അതെയോ സമാന്തരമായി മറ്റേതെങ്കിലും കാലത്ത്, അതായത് 2017 മുതൽ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്താണോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ അത് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നിലയിലുള്ള ഈ സാമ്പത്തിക ഇടപാടാണോ എന്നുള്ള കാര്യത്തിൽ SIT ഇപ്പോൾ ഏകദേശം നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ വാസുവാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ മറുപടി അല്ലെങ്കിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മിനിറ്റ്സ് തിരുത്തൽ, അതുപോലെ തന്നെ മഹസർ തയ്യാറാക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ആ നടപടിക്രമങ്ങളിൽ സ്വർണം എന്നുള്ള വാക്കെടുത്തു മാറ്റുകയും ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അത് SIT അന്വേഷിക്കുകയും ആ അന്വേഷണത്തിനൊടുവിൽ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് വരികയും ചെയ്തു. അതായത് പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ട്. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ളത് എന്നുള്ള നിർണായകമായ കണ്ടെത്തലാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ അറസ്റ്റ് വൈകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി SIT എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ADGP ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ സ്ഥലത്തെത്തി. തൊട്ടു പിന്നാലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തുകയായിരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വാസുവിന്റെ കസ്റ്റഡി 4 മണിയോടുകൂടി അവസാനിക്കുകയും അതിനുശേഷം പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം മറ്റുദ്യോഗസ്ഥർ, അതായത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥർ ഇപ്പോഴും അറസ്റ്റിലായിട്ടില്ല. പക്ഷേ അപ്പോഴേക്കും പത്മകുമാറിനെ കേന്ദ്രീകരിക്കാനുള്ള, പത്മകുമാറിലേക്ക് എത്തിച്ചേരാനുള്ള ചില തെളിവുകൾ SITയുടെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. SITക്ക് ലഭിച്ചിട്ടുണ്ട് ചില നിർണായകമായിട്ടുള്ള മൊഴികൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ ചോദ്യം ചെയ്യലുകൾ വളരെ നിർണായകമായിരുന്നു. അതിൽ പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നടക്കം നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നത്തെ ഫയൽ ലഭിക്കുന്ന സമയത്ത് ഫയലിൽ സ്വർണം എന്നടക്കം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് അവിടെ ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തണമെന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. ദേവസ്വം സെക്രട്ടറി S ജയശ്രീക്കടക്കം കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നായിരുന്നില്ല, മറിച്ച് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ ഉടമ എന്ന് പറയുന്നത് പത്മകുമാർ ആണ് എന്നുള്ളത് തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കണ്ടെത്തൽ. അക്കാര്യത്തിൽ ഒരു സംശയവും നിലവിൽ SITക്ക് ഇല്ല എന്ന് തന്നെയാണ് ഈ അറസ്റ്റോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയപ്പോഴൊന്നും തന്നെ പത്മകുമാർ ഹാജരാകാതിരുന്നതും
ഇതുകൊണ്ട് ഒക്കെ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ അനുമാനിക്കാൻ കഴിയും. പത്മകുമാറിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്ന ഒരു ഘട്ടമുണ്ടായത് വാസുവിന്റെ അറസ്റ്റോട് കൂടിയിട്ടാണ്. അതിനു മുമ്പ് ചില ഊഹാപോഹങ്ങൾ അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ നേരിട്ട് കയറി അത്ര വേഗത്തിൽ ഒരു അറസ്റ്റിലേക്ക് പോകില്ല എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ തന്നെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. പക്ഷെ വാസുവിന്റെ അറസ്റ്റോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞത്. വാസുവിൽ നിന്ന് ആദ്യ ദിവസം, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ അവർക്ക് ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് SIT എത്തിച്ചേർന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ അകത്ത് തന്നെ, അതായത് ക്രൈംബ്രാഞ്ച് ADGPയുടെ ഓഫീസിനുള്ളിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ആ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം പത്മകുമാറിനെ പുറത്തേക്കിറക്കി വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിനുശേഷം കസ്റ്റഡി വേണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ SITയുടെ പക്കൽ, അതായത് അതൊക്കെ ഡിജിറ്റൽ തെളിവുകളായി തന്നെ ഇവരുടെ കൈവശം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അതുകൂടാതെ തന്നെ പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്, അദ്ദേഹത്തിന്റെ മറ്റ് ഭൂമി, അതുപോലെ വീടടക്കമുള്ള, അതായത് പല സ്ഥലങ്ങളിലായി പല വസ്തുവകകളുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്രോതസ് പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ SITക്ക് സാധിച്ചത്. അതിനെ തുടർന്നാണ് ഈ പത്മകുമാറിന്റെ PS അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിശദമായ വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തി പറഞ്ഞുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പത്മകുമാർ വിളിപ്പിച്ചതും തെളിവുകളൊക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യം. നടപടികൾ സംബന്ധിച്ച വിവരങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.